എന്നൊന്നുമില്ല. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു യുഗം തന്നെയാണ് തുടക്കം കുറിക്കുന്നത്. കാലിത്തൊഴുത്തിൽ പിറന്നു വീണ ഉണ്ണീശോയുടെയും കഥ നമ്മളെ പഠിപ്പിച്ചെടുക്കുന്നത് ഒരു പുതിയ ലോകത്തിന്റെ കഥയാണ്. കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ നീണ്ടു നിൽക്കുന്ന സ്നേഹത്തിന്റെ, കരുണയുടെ, നന്മയുടെ ഒരു ജീവിത കഥ. ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷവും എന്ന ലോക ചരിത്രത്തെ മുറിച്ചെഴുതുവാൻ യേശുക്രിസ്തുവിന്റെ ജീവിതം അത്രമേൽ വിശിഷ്ടമായതുകൊണ്ടാണ്. ഓരോ പിറന്നാൾ ആഘോഷങ്ങളും ഇന്ന് പൊടി പൊടിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനം നാമൊക്കെ ഓർത്തു വെക്കുന്നത് നല്ലതാണ്. നക്ഷത്ര തിളക്കത്തോടെ മാലാഖമാരുടെ അകമ്പടിയിൽ സ്വർഗീയ മെത്തേൽ ജനിക്കേണ്ട ഉണ്ണീശോ അങ്ങ് ദൂരെ കാലിത്തൊഴുത്തിന്റെ ഓരത്ത് പിറന്നു വീണ എളിമയുടെ യുഗത്തിനാണ് തുടക്കം കുറിക്കുന്നത്. തത്വചിന്തകനായ ഡയോജനസ് പറഞ്ഞ പോലെ ഒരു റാന്തൽ വെളുക്കുമായി ഇറങ്ങണം ഇന്നത്തെ ലോകത്ത് ഒരു മനുഷ്യനെ കാണാൻ. കാരണം വെട്ടിപ്പിടിക്കരുടെ, ആരും ആരെയും സ്നേഹിക്കാത്ത, സഹായിക്കാത്ത ഇന്നത്തെ ലോകത്ത് യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ച സ്നേഹത്തിന്റെ വാർത്താക്കളാവുവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. എന്നാലേ ക്രിസ്ത്യാനി എന്നുള്ള പാരമ്പര്യം നമ്മളിലൂടെ അന്വർത്ഥമാവുകയുള്ളൂ. കാലിത്തൊഴുത്തോളം ചെറുതായാൽ മാത്രമേ ക്രിസ്തുവിനെ വിളമ്പുന്ന ക്രിസ്തുമസ് സത്യമാവുകയുള്ളൂ. അല്ലെങ്കിൽ അതൊരു വെറും ആഘോഷമായി മാറും. പ്രിയ കൂട്ടുകാരെ, കത്തി കൊണ്ടും തോക്കും കൊണ്ടും മറുപടി പറയുന്ന ഇന്നത്തെ ലോകത്ത് സ്നേഹം കൊണ്ടും സഹായം കൊണ്ടും ഒരു ലോകത്തെ തന്നെ സൃഷ്ടിക്കാം. ഇതെല്ലാം നമ്മെ പഠിപ്പിച്ചു തന്ന യേശുക്രിസ്തുവിന്റെ ജീവിതം നമുക്ക് മാന്ത്രികയാക്കാം. പുൽക്കൂട്ടിലെ പിറവി ലോകരക്ഷയ്ക്കായി മാറിയതുപോലെ നമ്മളുടെ ജനനവും മറ്റുള്ളവർക്ക് പ്രകാശമാവുവാൻ എന്നെയും സഹായിക്കണമേ. നന്ദി.